നമസ്കാരം. ഇന്നത്തെ കാലത്ത് ഒരു കാർ വാങ്ങുമ്പോൾ പ്രധാനമായിട്ടും ഒരു ഫാമിലി പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹസ്ബൻഡിനും വൈഫിനും ഈ ഒരു വാഹനം ഉപയോഗിക്കണം എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ നോക്കി വരുമ്പോഴത്തേക്കും അവസാനം ചെന്നെത്തുന്നത് ഓട്ടോമാറ്റിക് കാറിലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് കാർ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. ലേഡീസിനൊക്കെ ഉപയോഗിക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. തിരക്കുള്ള റോഡുകൾ, ട്രാഫിക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഓട്ടോമാറ്റിക് കാറുകൾ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഒരു കാര്യം എടുത്തു പറയട്ടെ, മാനുവൽ കാറൊക്കെ വളരെ മികച്ച രീതിയിൽ ഓടിക്കുന്ന സ്ത്രീകളുമുണ്ട്. ഭൂരിഭാഗവും സ്ത്രീകൾക്ക് വേണ്ടി തന്നെയാണ് ഇത്തരം ഓട്ടോമാറ്റിക് കാറുകളിലേക്ക് സാധാരണഗതിയിൽ ഇന്ന് ഒരു കാർ ബൈയിങ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ഫാമിലി ചിന്തിക്കുകയും അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതായത് ഓട്ടോമാറ്റിക് കാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. ആ ബഡ്ജറ്റ് എന്ന് പറയുന്നതിനകത്ത് വരുന്ന ഓട്ടോമാറ്റിക് കാർ നോക്കുമ്പോഴത്തേക്കും നമുക്ക് CVT കിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം രൂപ ഓൺ റോഡ് ബഡ്ജറ്റിൽ CVT കാർ നമുക്ക് ലഭിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആൻസർ. ഇനി ഒരു ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ലഭിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും DCTയുടെ കാര്യം പിന്നെ പറയുകയേ വേണ്ട, അതൊന്നും 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മളെന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ചെന്നെത്തുന്നത് യഥാർത്ഥത്തിൽ AMTയിലേക്കായിരിക്കും, ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു AMT കാർ വാങ്ങി ഉപയോഗിക്കാൻ പോകുന്ന ആളുകൾ അവരാദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും ഇതൊരു പ്യുവർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അല്ല എന്നുള്ളതാണ്. ഞാൻ ഉപയോഗിക്കുന്ന വാഹനം മുഴുവനായിട്ട് ഒരു ഓട്ടോമാറ്റിക് കാറല്ല എന്ന ബോധ്യത്തോടു കൂടി മാത്രം AMT കാറുകൾ യൂസ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് നമുക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ വ്ളോഗുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ റിയൽ ലൈഫിൽ ഇത്തരം കാര്യങ്ങൾ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ ആദ്യമേ തന്നെ ബഡ്ജറ്റ് നോക്കി നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഒരു 10 ലക്ഷം രൂപ ഓൺ റോഡ് ബഡ്ജറ്റിൽ ചെന്ന് നിൽക്കുന്ന ഓട്ടോമാറ്റിക് കാറുകൾ എന്ന് പറയുന്നത് AMT ആയിരിക്കും. AMT എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായിട്ടും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അല്ല എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ AMTക്ക് ഒരു ലാഗ് ഉണ്ടായിരിക്കും. ഒരു ഇലക്ട്രോണിക് ആക്ച്വേറ്റർ വെച്ചിട്ട് ഒരു മാനുവൽ ട്രാൻസ്മിഷനെ തൽക്കാലത്തേക്ക് നമ്മളുടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് ആക്കി മാറ്റുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ചെറിയൊരു ലാഗ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റിലിട്ടിട്ട് സെക്കൻഡിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു 1 to 3 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഒരു റെസ്പോൺസ് വരുന്നത്. ഇത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. എൻ്റെ വാഹനത്തിന് ഇത്ര കേപ്പബിലിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രീതി ഇതാണ്, ഇത് AMT ആണ്. അപ്പോൾ ഒരു CVT ആണെന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും. ടോർക്ക് കൺവെർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിരിക്കും. ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്കും സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ടൊക്കെ പോകുന്നത് വളരെ സീംലെസ് ആയിരിക്കും, നമ്മൾ അറിയത്ത് പോലും ഇല്ല. പക്ഷേ CVTയിൽ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ്, ഒരു വലിച്ചിലുണ്ടായിരിക്കും. പക്ഷേ AMTയിൽ അങ്ങനെയല്ല. AMTയിൽ വലിച്ചിലല്ല, വലിവ് എന്ന് പറയത്തില്ല, നമുക്ക് ഒരു വലിവ് പിടിച്ച അവസ്ഥയായിരിക്കും. ഒരു ലാഗ് ഉണ്ടായിരിക്കും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു ലാഗ് ഉള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ മാനുവൽ ട്രാൻസ്മിഷൻ വാഹനത്തെ പോലെയോ അല്ലെങ്കിൽ ഒരു ടോർക്ക് കൺവേർട്ടഡ് വാഹനത്തെ പോലെയൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ വാഹനം ഓട്ടോമാറ്റിക് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ബസ്സാണ് അല്ലെങ്കിൽ ലോറീനെയൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണ് എന്നൊരു ധാരണയിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അത്തരത്തിൽ പെട്ടെന്ന് കാല് കൊടുത്താൽ വാഹനം സ്പീഡ് കൂടുകയല്ല ചെയ്യുന്നത്. വാഹനം ഒന്ന് സംശയിച്ച് നിന്നിട്ട് ഒന്ന് ഗിയർ ഡൗൺ ചെയ്യും. ഗിയർ ഡൗൺ ചെയ്യുമ്പോഴാണ് വാഹനത്തിന് മനസ്സിലാവുന്നത് ഇത് വലിയൊരു കയറ്റം വലിക്കാനുള്ള ആക്സിലറേഷൻ അല്ല, ഇത് യഥാർത്ഥത്തിൽ സ്പീഡ് കൂട്ടാനാണ്. അപ്പോഴത്തേക്കും വാഹനം വീണ്ടും എന്ത് ചെയ്യും, ഗിയർ വീണ്ടും അപ്പ് ചെയ്തിട്ട്, ഇപ്പം 3rd നിന്നാണെങ്കിൽ 4th അപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് സ്പീഡ് കൂടി വരും. അങ്ങനെ സ്പീഡ് കൂടി വരുമ്പോൾ നിങ്ങൾക്ക് പാരലായിട്ട് നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പോകുന്ന വാഹനം ഒരു കാരണവശാലും വേഗത കുറയ്ക്കത്തൊന്നുമില്ല. കേരളത്തിലൊരു സാഹചര്യം നമുക്കറിയാമല്ലോ, നമ്മുടെ എതിർദിശയിൽ വരുന്ന വാഹനം അടുത്ത് എത്തുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ മൊത്തത്തിൽ പാനിക്കാവും. എക്സ്പെഷ്യലി ലേഡീസൊക്കെ ഓടിക്കുന്ന സമയത്ത് ഇത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ വാഹനം AMT ആണ്, നമുക്കിപ്പം ഓവർടേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പതുക്കെ അങ്ങോട്ട് പോകാം എന്നൊരു രീതിക്കൊക്കെ നമ്മൾ ചിന്തിക്കണം. പ്രധാനമായിട്ടും എക്സ്പ്രസ്സോ ഒക്കെ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യം വളരെ നല്ല രീതിക്ക് ചിന്തിക്കണം. കാരണം 1098 cc K10C എന്ന് പറയുന്ന എഞ്ചിനാണ്. അപ്പോൾ അതിന് അത്രക്കുള്ള പവർ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഓൾട്ടോ K10 ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. വാഗണാറിൻ്റെ 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് സ്ഥിതി. പിന്നെ മറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ AMT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മാരുതിയുടെ AMTക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് AGS ആണ്. കമ്പാരിറ്റീവ്ലി ലാഗ് കുറവാണെന്ന് മാത്രം നമുക്ക് പറയാം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാഹനത്തിന് ഹിൽ ഹോൾഡ് ഉണ്ട് എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ AMT ട്രാൻസ്മിഷന് ഹിൽ ഹോൾഡ് ഉണ്ട്. ഹിൽ ഹോൾഡ് അല്ല, ഹിൽ അസിസ്റ്റ് ആണ്. ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കയറ്റത്തിൽ ചെന്നിട്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടിയാൽ
കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ആ കയറ്റത്തിൽ തന്നെ നിൽക്കും, അനങ്ങത്തില്ല, ഫ്രണ്ടിലേക്കും പോകില്ല, ബാക്കിലേക്കും പോകത്തില്ല. ഇവിടെ ഹിൽ അസിസ്റ്റ് ആണുള്ളത്. ഹിൽ അസിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ, ഒരു കയറ്റത്തിൽ ചെന്ന് ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ, ബ്രേക്കിൽ നിന്നും കാലെടുത്ത് കഴിഞ്ഞാൽ 1 2 3 3 സെക്കൻഡ് നേരത്തേക്ക് അതവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞാൽ ഇത് താഴത്തേക്ക് അങ്ങ് പോരും. അപ്പം നമ്മുടെ വാഹനത്തിന് ഹിൽ ഹോൾഡ് ഉണ്ടെന്ന് വിചാരിച്ച് ഹിൽ അസിസ്റ്റ് ഉള്ളൊരു വാഹനം കൊണ്ട് നമ്മൾ ഇത്തരത്തിൽ ഒരു കയറ്റത്തിൽ ചെന്ന് നിന്നിട്ട് ബ്രേക്ക് ചവിട്ടിയിട്ട് കാലെടുത്ത് ചുമ്മാ നമ്മളത് ഹോൾഡ് ചെയ്തോളും എന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് ഇത് പുറകോട്ട് പോകുമ്പോൾ നമ്മൾ പാനിക്കാകും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഹിൽ അസിസ്റ്റ് ആണുള്ളത്. അതായത് ഈ 3 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സലറേറ്റർ കൊടുക്കണം. അതിനുള്ളൊരു സാവകാശം മാത്രമാണ് അവിടെ തന്നിട്ടുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ AMT ട്രാൻസ്മിഷനകത്ത് പാർക്കിംഗ് എന്ന് പറയുന്നൊരു ഗിയറില്ല, പാർക്ക് എന്ന് പറയുന്നൊരു ഗിയറില്ല. പാർക്കിംഗ് അല്ല, പാർക്ക് എന്ന് പറയുന്നൊരു ഗിയറില്ല. ഇപ്പം നമ്മളൊരു ഓട്ടോമാറ്റിക് വാഹനം അത് നോക്കുകയാണെന്ന് അതിൻ്റെ ഗിയർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അറിയാം, ന്യൂട്രലുണ്ട്, ഡ്രൈവ് ഉണ്ട്, അതുപോലെ തന്നെ റിവേഴ്സ് ഉണ്ട്, പാർക്കുണ്ട്. അപ്പോൾ പാർക്കിലേക്ക് പിയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു വാഹനം പാർക്ക് ചെയ്ത് അവിടെ കിടക്കും എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ അതില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിയറിലിടാം, ന്യൂട്രലോ അല്ലെങ്കിൽ ഡ്രൈവിലോ ഒക്കെ ഇടാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാഹനം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ന്യൂട്രലിലേക്കോ അല്ലെങ്കിൽ ന്യൂട്രലിലെ ഡ്രൈവിലേക്കോ പാർക്ക് എന്ന് പറയാൻ കഴിയില്ല, റിവേഴ്സിലേക്കോ ഒക്കെ നിങ്ങൾ ഇട്ടിട്ട് പാർക്ക് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൃത്യമായിട്ട് ആ ഗിയർ വീഴണം എന്നില്ല. അത്യാവശ്യം നല്ലൊരു കയറ്റമുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ വാഹനം പോവുകയാണ്, നിങ്ങൾ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തു, നിങ്ങളുടെ ഫ്രണ്ട് കയറ്റത്തിന് അഭിമുഖീകരിച്ച് നിൽക്കുകയാണ്, നിങ്ങൾ ഉടനെ തന്നെ വാഹനം നിർത്തിയതിന് ശേഷം ഡ്രൈവിലേക്ക് ഇട്ടു. അപ്പോൾ ഡ്രൈവിലേക്ക് ഇടുക എന്ന് പറയുന്നത് നിങ്ങൾ വാഹനത്തിൻ്റെ ഫ്രണ്ട് കയറ്റത്തിന് അഭിമുഖീകരിച്ച് നിൽക്കുകയായിരിക്കും. അപ്പോൾ ഡ്രൈവിലേക്ക് ഇടുമ്പോൾ വാഹനം പുറകോട്ട് പോകില്ല എന്നൊരു വിശ്വാസമാണ്. ഇത് വാഹനം നിർത്തിയതിന് ശേഷം നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഡ്രൈവ് എന്ന് പറയുന്ന ഡി എന്ന് പറയുന്ന ഗിയറിലേക്ക് ഇത് കൃത്യമായിട്ട് വീഴണം എന്നില്ല. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ വാഹനം ഉരുണ്ട് പോകുന്നുണ്ടായിരിക്കും. എപ്പോഴും വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓടി വരുമ്പോൾ തന്നെ ഈ ഒരു വാഹനം ആ ഒരു ഗിയറിലേക്ക് ഇട്ട് ആ ഗിയറിൽ ലോക്കായി എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വാഹനം ഓഫ് ചെയ്യുക. കാരണം ഈ ഒരു വാഹനത്തിന് AMT വാഹനങ്ങൾക്ക് പാർക്ക് എന്ന് പറയുന്ന ഒരു ഗിയർ ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നല്ല രീതിക്ക് ഹാൻഡ് ബ്രേക്കും വലിച്ചു വെച്ചോണം. ഇനി അതല്ല, നിങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല, ചെറിയ കല്ലെടുത്ത് വെച്ചിട്ട് ടയറിലൊന്ന് ഒരു അഡീഷണൽ സപ്പോർട്ടും കൊടുക്കുന്നില്ല. നമ്മളത് മോശമായിട്ട് കരുതൊന്നും വേണ്ട. കാരണം നമ്മുടെ വാഹനം ഇതാണ്. കാരണം എന്തെങ്കിലും കാരണവശാലും ഒന്ന് ഉരുണ്ട് പോയി കഴിഞ്ഞാൽ ഈ കല്ലെടുത്ത് വെക്കുന്ന ആ ഒരു 1 2 അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡിൻ്റെയൊക്കെ ആ ഒരു ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഴ്ചകളോളം അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. യാഥാർത്ഥ്യം എന്നുള്ള രീതിക്ക് ഈ ഒരു കാര്യം പറഞ്ഞു എന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കുന്ന സമയത്ത്, ഇപ്പം AMTയുടെ കാര്യമാണ് പറഞ്ഞത്, അത് ഓടിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ കാല് കൊടുത്തു കഴിഞ്ഞാൽ മൈലേജ് കുറയും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വളരെ സീംലെസ് ആയിട്ട് വളരെ ഫെദർ ടച്ച് ആയിട്ട് ആക്സിലറേഷൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഫസ്റ്റിൽ നിന്നും സെക്കൻഡിലേക്ക് ഷിഫ്റ്റ് ആകുന്നത്, സെക്കൻഡിൽ നിന്നും തേർഡിലേക്ക് ഷിഫ്റ്റ് ആകുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നന്നായിട്ട് അമർത്തി ആക്സിലറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ വണ്ടി ഇരയ്ക്കുക മാത്രമേ ഉള്ളൂ. വാഹനത്തിൻ്റെ രീതിക്ക് മാത്രമേ റെസ്പോണ്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ ലൈറ്റ് ഫെദറായിട്ട് ഓടിച്ച് പഠിക്കുക, അപ്പോൾ നല്ല മൈലേജും ലഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മെയിൻ്റനൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റ് ട്രാൻസ്മിഷൻ, അതായത് ഓട്ടോമാറ്റിക്കിലെ CVT ആയിക്കോട്ടെ, DCT ആയിക്കോട്ടെ, ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിക്കോട്ടെ, ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും AMTക്ക് കോസ്റ്റ് വളരെ കുറവാണ്. അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. ഇപ്പോൾ മാരുതിയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ AMTയുടെ ഭാഗങ്ങൾ വരെ നമുക്ക് തീർച്ചയായിട്ടും റിപ്പയർ ചെയ്തെടുക്കാൻ കഴിയും. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വലിയ പെർഫോമൻസ് നോക്കിയിട്ടൊന്നും നമ്മൾ AMT കാറുകളിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ആവശ്യം നടക്കും. ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് എന്നുള്ള രീതിക്ക് നമ്മുടെ ആവശ്യം നടക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഓടിച്ച് ശീലിക്കണം എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കാരണം പ്രാക്ടിക്കലി നമ്മളൊരു വാഹനം വാങ്ങിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മളൊരു ഓട്ടോമാറ്റിക് കാർ എന്നുള്ള രീതിക്ക് ഒരു AMT കാർ മേടിക്കും, പിന്നീടാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ. കാരണം ഞാനൊന്ന് ഓവർടേക്ക് ചെയ്യാൻ നോക്കി, പക്ഷേ വണ്ടി വലിച്ചില്ല, ഓപ്പോസിറ്റുള്ള വണ്ടി വന്നു, പക്ഷേ ഇത് AMT ആണ്, ഇത് ഇങ്ങനെയാണ്, ഇത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.